നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻഡിഎയുടെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറത്തുവരുമെന്ന പ്രതീക്ഷ. ബിജെപിയുടെ A+ മണ്ഡലങ്ങളുടെ ലിസ്റ്റിൽപ്പെടുത്തിയ ഇടങ്ങളിലാണ് ഇന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. ഇന്നത്തെ പ്രഖ്യാപനങ്ങളിൽ സുപ്രധാനമായി വരുന്നത് തലസ്ഥാന ജില്ലയിലെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ബിജെപി സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ്. കരുത്തനായ ശശി തരൂരിനെ നേരിടാൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ തന്നെ കളത്തിൽ ഇറങ്ങും. രാജീവിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കാനാണ് ബിജെപി കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം. ആഗോള പൗരനെന്ന ഇമേജിൽ മത്സരിക്കാനെത്തി തരൂർ 3 തവണ കൈയടക്കി വെച്ച മണ്ഡലമാണ് തിരുവനന്തപുരം. ഈ മണ്ഡലത്തിൽ തരൂർ ഓരോ തവണയും കരുത്തനായി മാറിയിട്ടേ ഉള്ളൂ. രാജഗോപാലിനും കുമ്മനം രാജശേഖരനും മത്സരിച്ച് പരാജയപ്പെട്ട ഇടത്തേക്കാണ് രാജീവ് ചന്ദ്രശേഖർ എത്തുന്നത്. ഇതോടെ ഇവിടത്തെ രാഷ്ട്രീയ പോരാട്ടം ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുമെന്ന ഉറപ്പാണ്. കേന്ദ്ര IT മന്ത്രി എന്ന നിലയിൽ കേരളത്തിലെ NDA രൂപീകരണത്തിന് അടക്കം നിർണായക റോള് വഹിച്ച വ്യക്തി കൂടിയാണ് രാജീവ്. കർണാടകയിൽ നിന്നും രാജ്യസഭയിലെത്തിയ അദ്ദേഹത്തിന് ഇക്കുറി BJP സീറ്റ് നൽകിയിരുന്നില്ല. ഇതോടെ രാജീവ് മത്സരരംഗത്ത് ഉണ്ടാകുമെന്ന ഉറപ്പായിരുന്നു. കേരള BJP ഘടകം നേരത്തെ നിർമ്മലാ സീതാരാമനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യമായിരുന്നു ഉന്നയിച്ചത്. പിന്നീട് S ജയശങ്കറിന്റെ പേരും പറഞ്ഞു കേട്ടു. കേന്ദ്ര നേതൃത്വം ഈ ആവശ്യം നിരാകരിച്ചു. തിരുവനന്തപുരം നടത്തിയ രഹസ്യ സർവേകളിലൊക്കെ തന്നെ തിരിച്ചടി നേരിടുമെന്ന കണ്ടെത്തൽ വന്നതോടുകൂടിയായിരുന്നു ഇത്. ഒടുവിൽ രാജീവ് ചന്ദ്രശേഖരനെ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. രാജീവ് എത്തുന്നതോടുകൂടി മത്സരം കടുക്കുമെന്ന ദേശീയ നേതൃത്വത്തിന്റെ പ്രതീക്ഷ. തൃശൂരിൽ കഴിഞ്ഞാൽ BJP ഏറ്റവും കൂടുതലും പ്രതീക്ഷ വെക്കുന്ന മണ്ഡലത്തിൽ ഒന്നാണ് തിരുവനന്തപുരം. കർണാടകയിൽ നിന്നുള്ള രാജ്യസഭാ അംഗമാണ് രാജീവ് ചന്ദ്രശേഖർ. നേരത്തെ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തിൽ NDAയുടെ വൈസ് ചെയർമാനായിരുന്നു. കഴിഞ്ഞ തവണ BJPയുടെ കുമ്മനം രാജശേഖരൻ 31% വോട്ടുകളാണ് നേടിയത്. കോൺഗ്രസിന് 41% വോട്ട് കിട്ടി. ഇന്ന് രാജീവിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കും. ഇതുകൂടാതെ 7 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ആയിരിക്കും പ്രഖ്യാപിക്കുക. തൃശൂരിൽ സുരേഷ് ഗോപിയും ആറ്റിങ്ങൽ V മുരളീധരനും പാലക്കാട് C കൃഷ്ണൻകുമാറും സ്ഥാനാർത്ഥികളാകുക തന്നെ ചെയ്യുമെന്നാണ് ഇതിനോടകം തന്നെ വ്യക്തമാകുന്നത്.